ദൗത്യത്തിലെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേദയെ ലേബർ റൂമിൽ കയറ്റിയിരിക്കുകയാണ് ഡെലിവറിക്ക് വേണ്ടി. ഇതിൻ്റെ ഇടയ്ക്ക് രാധിക മരിച്ചതിൻ്റെ വിഷമത്തിലാണ് സേതുലക്ഷ്മി. തകർന്നു പോയിരിക്കുകയാണ് സേതുലക്ഷ്മി. അങ്ങനെ ഡെലിവറിക്ക് ഇടയ്ക്ക് പെയിനൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് വേദയാണെങ്കിൽ അരുണ സിസ്റ്റർ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് അമ്മയൊന്ന് കാണണം, സേതുലക്ഷ്മി അമ്മയൊന്ന് കാണണമെന്ന് പറയാണ്. അങ്ങനെ അരുണയാണെങ്കിൽ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് അനുവാദവും വാങ്ങിച്ചുകൊണ്ട് പുറത്തിരിക്കുന്ന സേതുലക്ഷ്മിയെ വിളിക്കാൻ ചെല്ലിയാണ്. അപ്പം അവിടെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന സേതുലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട്, അമ്മയെ വേദയൊന്ന് കാണണമെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ സേതുലക്ഷ്മി ലേബർ റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പം സേതുലക്ഷ്മിയാണെങ്കിൽ വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, മോൾ എന്തുകൊണ്ട് സങ്കടപ്പെടേണ്ട, എല്ലാം പെട്ടെന്ന് തന്നെ കഴിയും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദ പ്രസവിക്കാൻ ഒരു പെൺകുഞ്ഞിനെയാണ് വേദ പ്രസവിക്കുന്നത്. അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. സേതുലക്ഷ്മിയും പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിലാണെങ്കിൽ ആൻഡ്രൂസ് അറിഞ്ഞിരിക്കുകയാണ്. വിക്രത്തിൻ്റെ അമ്മ മരിച്ചു പോയ കാര്യം ആൻഡ്രൂസ് അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കർമ്മങ്ങളെല്ലാം വിക്രം തന്നെ ചെയ്യണമെന്നുള്ള കാര്യവും ആൻഡ്രൂസിനെ വിളിച്ച് അറിയിക്കുകയാണ്. ഇനി അതിന് ശേഷം വിക്രത്തെ അങ്ങോട്ട് കൊണ്ടുചെല്ലണം. ഇതിൻ്റെ ഇടയ്ക്ക് ആൻഡ്രൂസ് ഇല്ലാത്ത സമയത്ത് വിക്രത്തെ അവിടുത്തെ കുറേ ജയിൽ പുള്ളികൾ ഗുണ്ടകളാണെങ്കിൽ ശ്രീകാന്ത് പറഞ്ഞ പ്രകാരം ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ തലയ്ക്ക് നല്ല അടിയേറ്റി ബോധക്കെട്ടൊക്കെ പോകുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രത്തെ അവിടെയുള്ള മറ്റുള്ള തടവുകാരാണ് എടുത്ത് മാറ്റിയൊക്കെ ചെയ്യുന്നത്. അപ്പം സെല്ലിനകത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വിക്രത്തിൻ്റെ കൂടെ വേറൊരാളും ഉണ്ട്. അങ്ങോട്ടേക്ക് ആൻഡ്രൂസ് വരുന്നുണ്ട്. ആൻഡ്രൂസ് വന്നിട്ട് പറയുന്നുണ്ട്, വിക്രം നിനക്ക് നാട്ടിലേക്ക് പോകാൻ റെഡിയായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് റെഡി ആവണമെന്ന് പറയുകയാണ്. അപ്പം എന്താ സാറേ കാര്യം, പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നത് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് നിൻ്റെ അമ്മ മരിച്ചു പോയെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിക്രത്തിന് താങ്ങാൻ പറ്റുന്നില്ല. എന്താ സാറേ പറയുന്നത്? അതെ, ഇപ്പം വിളിച്ച് പറഞ്ഞതാണ്, നിൻ്റെ അമ്മ മരിച്ചുപോയി, കർമ്മങ്ങളൊക്കെ ചെയ്യണം, നീ തന്നെ ചെയ്യണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് നീ ചെല്ലണം, അതിന് നിയമം അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റെഡിയാവുമെന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ പൊട്ടിക്കരയാണ്. സങ്കടം സഹിക്കവേ വിക്രം പൊട്ടിക്കരയാണ്. അങ്ങനെ വിക്രം മനസ്സിലാക്കുകയാണ്, തൻ്റെ അമ്മ മരിച്ചു പോയുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് വേദയെടുത്താണെങ്കിൽ വേദയെ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വേദയ്ക്ക് ഇപ്പം ഇത്രയും നാൾ ഉള്ള സങ്കടമൊക്കെ മറന്ന് ഭയങ്കര സന്തോഷത്തിലാണ് വേദ. ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഗുണ്ടകൾ തിരക്കുന്നുണ്ടായിരുന്നു. ആ അറ്റൻഡൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അവർ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അപ്പം അറ്റൻഡർ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ ഫോട്ടോ കാണിച്ച പെൺകുട്ടി ഇവിടെ പലരും കണ്ടിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷേ അത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുകയാണ്. അപ്പം ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, ഇപ്പം അവരെവിടെ ഉണ്ട്? ലേബർ റൂമിലാണെന്ന് അറിയാൻ കഴിഞ്ഞ്, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ ശരിയാവത്തില്ല, ഇവിടെ കുറച്ച് മലയാളികൾ മാത്രമേ ഉള്ളൂ, മലയാളി പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞങ്ങളായിരിക്കും ചോദ്യം ചെയ്യുന്നതെന്ന് അറ്റൻഡർ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അങ്ങോട്ട് ലേബർ റൂമിലോട്ട് അവിടെ പോയി നോക്കിയാലും എങ്ങനെ വേദയെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരിയ്ക്കുമ്പോഴാണ് നമ്മുടെ തരുൺ വരുന്നത്. തരുണിനെ കാണുമ്പോഴത്തേക്ക് ഗുണ്ടകൾ പേടിക്കുന്നുണ്ട്. അപ്പോഴേ തരുണിനെ കാണുമ്പോഴേ തരുൺ കാണാതെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ഗുണ്ടകൾ. അപ്പം ആ സമയത്താണ് അറ്റൻഡറിനെ തരുൺ കാണുന്നത്. തരുൺ എന്തോ ഒരു സംശയത്തോടെ അറ്റൻഡറിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ലേബർ റൂമിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പം അവിടെ ചെന്ന് ഐസിയുൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പം ഡോക്ടറാണെങ്കിൽ അതൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് രാധികയുടെ ഓപ്പറേഷൻ കഴിഞ്ഞോ, എങ്ങനെയുണ്ടെന്ന് കുറച്ച് സന്തോഷത്തോടെ ചോദിക്കുകയാണ്. ആ സമയത്താണ് സ്ട്രക്ചറിൽ രാധികയുടെ ബോഡി കൊണ്ടുവരുന്നത്. രാധികയുടെ ബോഡി കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. ഈ സമയത്ത് അകത്ത് വേദ കിടപ്പുണ്ട്. വേദയാണെങ്കിൽ കുഞ്ഞിനെ കണ്ട സന്തോഷമുണ്ട്. എന്നാലും ആ ഗുണ്ടകൾ അവിടെ വെച്ച് അറ്റൻഡറിനെ കണ്ട കാര്യവും കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ആ സമയത്ത് സേതുലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ സേതുലക്ഷ്മി വന്ന് വേദയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നന്നായിട്ട് നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് വേദയാണെങ്കിൽ സേതുലക്ഷ്മിയുടെ കൈ പിടിച്ചിട്ട് പറയണം, അമ്മേ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, ഈ ഹോസ്പിറ്റലിൽ തന്നെ പലരും എൻ്റെ കുഞ്ഞിനെ തിരക്കി നടക്കുന്നുണ്ട്, ഇവിടുത്തെ ജീവനക്കാർ തന്നെ അതിന് കൂട്ടി നിൽക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ സേതുലക്ഷ്മി എടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സേതുലക്ഷ്മി ചോദിക്കും, മോളെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അമ്മ ഒരു കാര്യം ചെയ്യ്, ഇത് തരുണിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് ഇത് തരുണിൻ്റെ കൈ കൊടുക്ക്, അപ്പം എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്ന് പറയാണ്. മോൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് സേതുലക്ഷ്മി ചോദിക്കുന്നുണ്ട്. എന്തായാലും തരുൺ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, തരുൺ വരുമ്പോഴത്തേക്ക് കുഞ്ഞ് രാധിക പ്രസവിച്ച കുഞ്ഞാണെന്നും പറഞ്ഞ് ഈ മോളെ കാണിച്ചാൽ മതിയെന്ന് വേദ പറയുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ ഒരു വലിയ തീരുമാനമെടുക്കുകയാണ്. തരുണിൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് തരുണിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ വേദ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സേതുലക്ഷ്മി പറയുന്നുണ്ട്, അവനെ ഇത് ഇപ്പം അവൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് കൊടുത്തിട്ട് പിന്നെ സത്യങ്ങൾ അറിയുമ്പോൾ അവൻ തകർന്നു പോകത്തില്ലേ മോളെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ശരിയാണമ്മേ, പക്ഷേ പതുക്കെ കൊണ്ട് തരുണിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, ഇപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം, അതിന് ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അമ്മ സഹായിക്കണം എന്ന് പറഞ്ഞ് വേദ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവസാനം സേതുലക്ഷ്മി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ
ആ പെൺകുഞ്ഞിനെ സേതുലക്ഷ്മിയുടെ കൊടുക്കുകയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് വേദ കൊടുക്കുന്നത്. എന്നാലും സേതുലക്ഷ്മി ആ കുഞ്ഞിനെയും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. ഈ സമയത്താണ് തരുണാണെങ്കിൽ രാധികയെ കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കുഞ്ഞുമായിട്ട് ചെല്ലുകയാണ്. കുഞ്ഞുമായിട്ട് ചെന്നിട്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞ് കൊടുത്തിട്ട് പറയാണ്, രാധിക നമുക്ക് തന്നിട്ട് പോയ കുഞ്ഞാന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. തരുൺ അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഡോക്ടറും അരുൺ സിസ്റ്ററും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞുമായിട്ട് ബോഡി എടുത്ത് വന്ന് കിടന്ന് കരയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, സാർ ആ കുഞ്ഞിനെ അങ്ങ് അസിസ്റ്റൻ്റായി കൊടുക്കൂ, ICUലേക്ക് മാറ്റട്ടെ. അത് വേണ്ട ഡോക്ടർ, എൻ്റെ അച്ഛൻ മരിച്ചപ്പം എൻ്റെ അമ്മയുടെ കയ്യിൽ ഞാനുണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അവളുടെ അമ്മ ചിതയിലേക്ക് എടുക്കുമ്പം എൻ്റെ കയ്യിൽ അവളും വേണമെന്ന് തരുൺ പറയാണ്. ഇതൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന കാണുമ്പോൾ സേതുലക്ഷ്മിക്ക് സഹിക്കാൻ വയ്യാതെ കരയുന്നുണ്ട്. അങ്ങനെ അരുണ സിസ്റ്റർ സേതുലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്ക് ഡോക്ടറാണെങ്കിൽ ആംബുലൻസ് വിളിച്ച് ബോഡി ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ബോഡിയായിട്ട് പോവുകയാണ് അവരെല്ലാം. തകർന്ന് കൃത്യങ്ങളെല്ലാം ഉള്ളിലൊതുക്കി സേതുലക്ഷ്മിയും തരുണിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഈ സമയത്ത് നാട്ടിലെ അമരമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വിക്രം വരുന്നുണ്ട്. അപ്പം വിക്രം ആ വീട്ടിലേക്ക് വരികയാണ്. മാഷും കമലമ്മയും താമസിച്ച് ആ വീട്ടിലേക്ക് വരികയാണ്. തകർന്ന മനസ്സോടെയാണ് വിക്രം അങ്ങോട്ട് വരുന്നത്. ആയാലും വേദ തൻ്റെ കുഞ്ഞിനെ തരുണിന് കൊടുത്ത ഒരു തീരുമാനം അത് വേദയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും.